ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണോ എന്നതിൽ ഹൈക്കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ്. ടി.പിയുടെ ഭാര്യ കെ രമ സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് എ.കെ. ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് കൗസർ എടപ്പകത്തും അടങ്ങിയ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. കേസിൽ കുറ്റക്കാരല്ലെന്ന് പ്രതികൾ കോടതിയിൽ പറഞ്ഞിരുന്നു. വിവരങ്ങളുമായി എ.ടി. അശ്വതി ചേരുന്നു. അശ്വതി, ഈ കേസിലെ വാദം ഇന്ന് പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ കുന്നുമ്മക്കര ലോക്കൽ സെക്രട്ടറി കെ.സി. രാമചന്ദ്രനെതിരെ ജില്ലാ പ്രൊബേഷണൽ ഓഫീസറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇപ്പോഴെങ്ങനെയാണ് ഈ കേസിന്റെ വാദം പുരോഗമിക്കുന്നത്? ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിന്റെ വാദം ഹൈക്കോടതിയിൽ പുരോഗമിക്കുകയാണ്. വാദത്തിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പെട്ടെന്നുള്ള വികാരത്തിന് പുറത്തുണ്ടായ കൊലപാതകമല്ല ഇത്. കൃത്യമായ ആസൂത്രണം ഈ കൊലപാതകത്തിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം. കൊലപാതകം നടത്തിയത് CPM അനുഭാവികളാണ് തുടങ്ങിയ വാദങ്ങളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള സാഹചര്യം ഉണ്ടോ എന്നാണ് പ്രോസിക്യൂഷനോട് കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രായമുള്ള പ്രതികൾക്ക് വധശിക്ഷ വേണം എന്ന് ആവശ്യപ്പെടുന്നത് എന്ന് കോടതി ചോദിച്ചു. ടി.പിയുടെ തല പൂക്കൾ പോലെ ചിതറുമെന്ന കെ കൃഷ്ണന്റെ പ്രസംഗം നടപ്പാക്കി എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഈ പ്രസംഗം നടപ്പാക്കുകയാണ് ഇവർ ചെയ്തത് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ശിക്ഷ അനുഭവിക്കുമ്പോഴും 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്കെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. മറ്റു പ്രതികൾക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലേ എന്നും കോടതി തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാദങ്ങളാണ് നിലവിൽ ഈ കേസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വധശിക്ഷ, പരമാവധി ശിക്ഷ എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് വധശിക്ഷയാണ്. നിലവിൽ കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് പോരാ എന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാനമായ വാദം. വധശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ വധശിക്ഷ നൽകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസിനാണ്. അത്തരത്തിലുള്ള ഒരു കാര്യം ഇതിൽ ഉണ്ടോ എന്നും കോടതി ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ശിക്ഷ കൂട്ടാനുള്ള സാഹചര്യം എന്ത് എന്ന ചോദ്യത്തിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ജയിലിൽ കഴിഞ്ഞിട്ടും എട്ടാം പ്രതിയും അതുപോലെ തന്നെ മുൻ CPM നേതാവുമായ കെ.സി. രാമചന്ദ്രന് കുറ്റബോധമില്ലെന്ന പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ പ്രൊബേഷൻ ഓഫീസറാണ് ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കൊല നടക്കുമ്പോൾ വീട്ടിലായിരുന്നുവെന്ന മൊഴിയിൽ രാമചന്ദ്രൻ ഉറച്ചു നിൽക്കുകയാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശാരീരിക മാനസിക റിപ്പോർട്ടും ജയിലിലെ ജോലി സംബന്ധിച്ച റിപ്പോർട്ടുകളും ഇന്നലെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഇതും ഇന്നത്തെ വാദങ്ങളിൽ പ്രധാനമായും പരിഗണിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അതായത് ഇതിന്റെ വാദങ്ങൾ, എന്തുകൊണ്ട് പ്രായമായ പ്രതികൾക്ക് വധശിക്ഷ വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന കോടതിയുടെ ചോദ്യം, അത് സംബന്ധിച്ച് ഇതിൽ മറ്റു പ്രതികൾക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലേ എന്നും കോടതി ചോദിക്കുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ കെ കൃഷ്ണന്റെ പ്രസംഗം നടപ്പാക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇത് ഒരു പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്തുള്ള ഒരു കൊലപാതകമല്ല. കൃത്യമായ ആസൂത്രണം, ഗൂഢാലോചന ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായി എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഇത്തരത്തിലാണ് നിലവിൽ ഈ വിഷയത്തിൽ വാദങ്ങൾ പോകുന്നത്. എന്തായാലും ഇത് എങ്ങനെയാണ് കോടതി എടുക്കുന്നത് എന്നത് സംബന്ധിച്ചായിരിക്കും ഇതിന്റെ അന്തിമ വിധി വരിക. വിധീഷ്. ശരി അശ്വതി, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി ഉയർത്തണോ എന്നതിൽ ഹൈക്കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് എ.ടി. അശ്വതി നൽകിയത്.